ഇത് നമ്മുടെ ഈ കടപ്പുറത്തുനിന്ന് സർക്കാർ ഉദ്യോഗത്തിൽ ആളുകൾ വളരെ കുറവാണ്. കടപ്പുറത്തുനിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളും വളരെ കുറവാണ്. ഇതിനൊരു പരിഹാരം നയപരമായിട്ട് നമുക്ക് കൈക്കൊള്ളണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾക്കൊരു പ്രത്യേക നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ എവിടെയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് അന്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചെല്ലാനം കടപ്പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ എറണാകുളത്തെ കടപ്പുറത്തേക്ക്, നീണ്ടകരയിലെ കടപ്പുറത്തേക്കൊക്കെ പോയാൽ അവിടെയൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ മുന്നേറ്റമുണ്ട്. പുതിയ തലമുറയൊക്കെ സർക്കാർ ജോലിക്കാരും അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ആളുകളുമാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ, ഈ പൊന്നാനിയിൽ അങ്ങനെ സംഭവിക്കാത്ത കാരണം ആലോചിക്കുമ്പോൾ, അതൊക്കെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചില ഏറ്റക്കുറച്ചിലുകളാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചതാണ്. അതൊരു വിവാദ വിഷയമാണ്. എന്നാലും ഞാൻ ഈ കുട്ടികളെ ഇങ്ങനെ ഇനിയൊരിക്കൽ കിട്ടൂല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ ഈ കടപ്പുറത്തുള്ളതൊക്കെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട് 12%. ആ സംവരണത്തിന് ഇപ്പോൾ കടപ്പുറത്തുള്ള ഓലപ്പുരയിലൊരു കുട്ടിക്കും ഇപ്പുറത്തെ മണിമാളികയിലുള്ളൊരു കുട്ടിക്കും ഒക്കെ ഒരേ സംവരണമാണ്. അപ്പോൾ കടപ്പുറത്ത് ഓലപ്പുരയുള്ള കുട്ടിക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വീട്ടിലെ പ്രാരാബ്ധത്തിൻ്റെ നടുവിൽ അവന് പഠിച്ചു മുന്നേറുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ തൊട്ടിപ്പുറത്ത് സൗകര്യങ്ങളുള്ള ഒരു മുസ്ലിം വീട്ടിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാ പഠന സൗകര്യങ്ങളുണ്ട്. അവന് കൂടുതൽ മാർക്ക് കിട്ടും, അവന് ട്യൂഷൻ കിട്ടും, അവന് പരിശീലനം കിട്ടും. അപ്പോൾ കൂടുതൽ മാർക്ക് ഇപ്പുറത്ത് അല്ലെങ്കിൽ ഈ സൗകര്യങ്ങളുള്ള വീട്ടിലെ കുട്ടിക്ക് കിട്ടുമ്പോൾ അവനാണ് കൂടുതൽ മാർക്ക് കിട്ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലവും ഈ സംവരണത്തിന് അർഹനാവുക അവരാണ്. കടപ്പുറത്തുള്ള കുട്ടി പിന്തള്ളപ്പെട്ടു പോകും. കാരണം അവൻ ഈ കുട്ടിയോടൊരു കോമ്പിറ്റൻസ്, ഒരു മത്സരക്ഷമത ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ നിരന്തരമായിട്ട് ഇത് പിന്തള്ളപ്പെട്ടു പോവുകയാണ്. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഞാൻ ഈ പറയുന്ന കാര്യം എവിടെയും ഉറക്കെ പറയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. സംവരണം എന്നത് അത് ജാതി സംവരണം, അതാണ് അടിസ്ഥാനപരമായിട്ട് ഭരണഘടന വിഭാവനം ചെയ്തതെങ്കിലും അതിലുള്ള ഈ പറഞ്ഞ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് പരിഹരിക്കണം. ഒരു കാലിന് മന്തും വേറൊരു കാലിന് പോളിയോവും ബാധിച്ച നിലയിൽ ഇത്തരം ആനുകൂല്യങ്ങളെ വിതരണം ചെയ്യാൻ നമുക്ക് അനുവദിക്കാൻ പാടില്ല. കാരണം ഇവിടെ ക്രിസ്ത്യൻ പേരുള്ള വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ലത്തീൻ കത്തോലിക്കരാണ്. അവർക്ക് മതിയായ സംവരണമുണ്ട്. ഹിന്ദു സമുദായത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ധീവരരാണ്. അവർക്ക് മതിയായ സംവരണമുണ്ട്. എന്നാൽ ഇവിടുത്തെ തീരദേശ മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പൊതു മുസ്ലിം സംവരണത്തിനകത്താണുള്ളത്. ഈ പൊതു മുസ്ലിം സംവരണത്തിനകത്ത് നിങ്ങൾ പെടുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും അതിൽപ്പെടും. അപ്പോൾ സമ്പന്നരും സൗകര്യമുള്ളവരൊക്കെ അതിൽപ്പെടും. അവർ മിടുക്കന്മാരായിട്ട് പരിശീലനമൊക്കെ നേടി പരീക്ഷയൊക്കെ പാസ്സാവുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ സംവരണമൊക്കെ അവർക്ക് തന്നെ കിട്ടുന്ന സ്ഥിതി വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിനൊരു പരിഹാരമുണ്ടാവണം. അതിന് ഒന്നുകിൽ നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകണം, പഠനരംഗത്ത് മികവുള്ളവരാക്കി നിങ്ങളെ മാറ്റാനുള്ള പ്രത്യേക പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടാകണം. അതല്ലെങ്കിൽ ഈ മുസ്ലിം സംവരണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 2% ഉപസംവരണം തീരദേശ മുസ്ലിമിന് മാത്രമായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ആർക്കും ഒരു നഷ്ടമില്ല. ഇവിടുത്തെ മറ്റ് മതവിഭാഗങ്ങൾക്കൊന്നും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം മുസ്ലിമിന് കിട്ടുന്ന ഒരു പ്ലേറ്റ് ചോറിൽ നിന്ന് 2 ഉരുള ഈ തീരദേശക്കാർക്ക് മാത്രമായിട്ട് മാറ്റിവെക്കണം എന്നുള്ളതിൽ മറ്റ് മതക്കാരെയും ജാതി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. മുസ്ലിം സംവരണത്തിനകത്ത് ഒരു ഉപസംവരണം
തീരദേശവാസികൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവും, നിങ്ങളുടെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിന് യോഗ്യത നേടുന്നവരുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ഒരു തലമുറ കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത തലമുറ ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളവരും സൗകര്യമുള്ളവരൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു മാറ്റമാണ് ഇതിനുണ്ടാകേണ്ടത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.